ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വാഴക്കയുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്കല്ലേ. ഇതിനായി ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 9 കാന്താരി മുളക്, 2 വെളുത്തുള്ളി, 3 കൊച്ചുള്ളി എന്നിവ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകവും ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഞാൻ അടുപ്പത്തേക്ക് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു 5 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു കൊച്ചുള്ളിയുടെ നിറം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കൊച്ചുള്ളിയുടെ നിറം ചെറുതായി ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കശ്മീരി മുളക് 3ആയി കട്ട് ചെയ്തിട്ടത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ചേരുവയായിട്ടുള്ള വാഴക്കയുടെ തൊലി കൊത്തി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ വാഴക്കയുടെ തൊലി ചെറുതായി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 10 മിനിറ്റ് കുതിർത്തിട്ടുള്ള വൻപയർ ഒരു വിസിലിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് ഞാനിവിടെ വൻപയർ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മുൻപ് ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ ചതച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വാഴക്കയുടെ തൊലി ഏതാണ്ട് ചെറിയ രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തയ്യാറാക്കിയതിന് ശേഷം അവസാനം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴക്കയുടെ തൊലി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.